ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, മെയ് മാസം 29-ാം തീയതിയായ ഇന്ന് എന്നോടൊപ്പം സുഭാഷിതങ്ങൾ ശ്രവിക്കുവാനും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ചില ഭാഗം വായിച്ചു മനസ്സിലാക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം, വിശ്വാസത്തോടെയായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നതിനും നമ്മൾ ഈ പ്രാർത്ഥന സമയം മുഴുവനും വിശ്വാസത്തിൽ ഒന്നിക്കുന്നതിനും വേണ്ടി, ദൃഢപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനും നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. സങ്കീർത്തനങ്ങൾ 119-40 ഇപ്രകാരമാണ്: ഇതാ, അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ നൽകണമേ. ഇതാ, അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ പകരണമേ. സങ്കീർത്തനങ്ങൾ 119-40. ഇന്ന് നമുക്ക് സുഭാഷിതങ്ങൾ 29-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സുഭാഷിതങ്ങൾ അധ്യായം 29. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിവദിക്കും. നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ധൂർത്തടിക്കുന്നു. നീതിയിലൂടെ രാജാവ് നാടിനു ക്ഷേമം വരുത്തുന്നു. നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു. അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് കെണിവയ്ക്കുകയാണ്. ദുഷ്ടൻ്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു. നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു. നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു. ദുഷ്ടൻ അതിനൊന്നും ശ്രദ്ധയില്ല. പരിഹാസകൻ നഗരത്തിന് തീവയ്ക്കുന്നു. ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു. ജ്ഞാനി ഭോഷനുമായി വ്യവഹാരത്തിൽ ഏർപ്പെട്ടാൽ ഭോഷൻ കലിതുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. രക്തദാഹികൾ നിർദോഷനെ വെറുക്കുന്നു. ദുഷ്ടൻ അവൻ്റെ ജീവൻ വേട്ടയാടുന്നു. ഭോഷൻ കോപത്തെ കടിഞ്ഞാണയച്ചുവിടുന്നു. ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു. ഭരണാധിപൻ അസത്യത്തിന് ചെവി കൊടുത്താൽ സേവകർ ദുഷ്ടരായിത്തീരും. ദരിദ്രനും അവനെ പീഡിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ്. ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്ന രാജാവിൻ്റെ സിംഹാസനം ഉറച്ചു നിൽക്കും. താഡനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്നു. ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു. അവരുടെ അധപ്പതനം നീതിമാന്മാർ കാണും. മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസഹേതുവാകും. നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. പ്രവചനമില്ലാത്തടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ്. വാക്കുകൊണ്ട് മാത്രം ഭൃത്യനെ
നന്നാക്കാനാവില്ല. അവൻ മനസ്സിലാക്കിയാൽ തന്നെ അനുസരിക്കുകയുമില്ല. വാതോരാതെ സംസാരിക്കുന്നവനെ നോക്കൂ, ഭോഷൻ അവനേക്കാൾ ഏറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഭൃത്യനോട് ചെറുപ്പം മുതലേ അമിത ദാക്ഷിണ്യം കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും. രോഷാകുലൻ കലഹമിളക്കിവിടുന്നു, കോപശീലൻ അതിക്രമങ്ങൾ വരുത്തി വയ്ക്കുന്നു. അഹങ്കാരി നിലംപതിക്കും, വിനീതഹൃദയൻ ബഹുമതി നേടും. കള്ളൻ്റെ പങ്കാളി തൻ്റെ തന്നെ ശത്രുവാണ്. അവൻ സത്യം ചെയ്യുന്നെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. ഭരണാധിപൻ്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. നീതിമാന്മാർ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു, ദുഷ്ടൻ സന്മാർഗിയെയും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അധ്യായം 12. കാരാഗൃഹത്തിൽ അത്ഭുതം എന്ന ശീർഷകത്തിൻ്റെ തുടർച്ചയാണ്. 16-ാം വചനം വരെയാണ് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത്. അപ്പസ്തോലന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നും 12-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിന്നു. അവർ കതകു തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. നിശബ്ദനായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു. ഈ സംഭവം യാക്കോബിനോടും സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ അവിടെ നിന്നും പുറപ്പെട്ടു വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്രഭാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കാമെന്നതിനെക്കുറിച്ച് പടയാളികൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയുണ്ടായി. അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ ഹെരോദേസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അനന്തരം പത്രോസ് യൂദയായിൽ നിന്നും കേസറിയായിലേക്ക് പോയി അവിടെ താമസിച്ചു. ഹെരോദേസിൻ്റെ ദുരന്തം. ടൈറിലും സീദോനിലുമുള്ള ആളുകളോട് ഹെരോദേസിന് വൈരമുണ്ടായിരുന്നു. അവർ ഒത്തുചേർന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ പള്ളിയറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു. കാരണം അവരുടെ ദേശം ഭക്ഷ്യധാന്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവൻ്റെ രാജ്യത്തെയാണ്. ഒരു നിശ്ചിത ദിവസം ഹെരോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവൻ്റെ സ്വരമാണ്, മനുഷ്യൻ്റേതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവരെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. ദൈവവചനം വളർന്നു വ്യാപിച്ചു. ബർന്നബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്നും തിരിച്ചു വന്നു. മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുവന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങൾ അത്രയും നാം ദൈവവചനമാണ് ശ്രവിച്ചുകൊണ്ടിരുന്നത്. ദൈവവചനം ഒരിക്കലും പാഴായി പോവുകയില്ല. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായും 100 മടങ്ങായി ദൈവം നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ നൽകും. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. സ്നേഹപൂർവ്വം നിങ്ങളുടെ വിക്ടോറിയ ടീച്ചർ.